ഞാൻ ആദ്യം ചെയ്തത് വൈറസ് എന്ന് പറയുന്ന ഒരു സിനിമ, അത് കുറെ മുമ്പ് ചെയ്തതാണ്. അതിനുശേഷം കേരളോത്സവം 2009 ചെയ്തു. പിന്നെ മണൽ നഗരം തമിഴിലൊരു സിനിമ ചെയ്തു. ഇപ്പൊ ഈ ലാസ്റ്റ് ഡേയ്സ് ഇത് ഹൊറർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഹൊറർ കുറെ കൂടി നമുക്ക് വിഷ്വലി ഒക്കെ കുറെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മുഴുനീളം നമ്മൾ ലണ്ടനിൽ ഷൂട്ട്. ഈ ഒരു കഥ അങ്ങനെ വന്നപ്പോൾ ഈ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളത് വർക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിനൊരു സാധ്യത തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങള് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് വേണോ വേണ്ടയോ, ഈ സിനിമ ചെയ്യാൻ പറ്റുമോ, ലണ്ടനിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യണം, അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ പിന്നെ ഒരുപാട് വിസ ഫോർമാലിറ്റീസ്. പക്ഷെ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വന്നപ്പോൾ എല്ലാം സംഭവിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. 6-ാം തീയതി റിലീസ് വരയ്ക്ക് എത്തിയപ്പോൾ ട്രെയിലറൊക്കെ പലരും കണ്ടു കാണും എന്ന് തോന്നുന്നു. ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. സോങ്ങില് സാറിനെ അഭിനയിച്ചിരിക്കുന്നത് സോങ്ങില് ഞാൻ ഒരു സോങ്ങില് അതൊരു ടൈറ്റിൽ സോങ് ആണ്. അതിൽ ഞാൻ അഭിനയിച്ചത് എന്തുകൊണ്ടാണ് സോങ്ങില് മാത്രമായിട്ട് സിനിമയിൽ? ആക്ച്വലി ആ ഒരു ഫിലിമിന്റെ കഥ പറയുന്ന ഒരു സോങ് ആണ്. അപ്പൊ ആസ് എ ഡയറക്ടർ ഞാൻ വിചാരിച്ചു ഞാൻ നിന്ന് അഭിനയിക്കാം. പിന്നെ ഒരുപാട് നല്ല ഗാനങ്ങളിൽ ഞാൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്, പണ്ടുമല്ല അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അഭിനയിക്കാൻ പറഞ്ഞ UK-ലാണ് ഇതിന്റെ സീനുകൾ ചിത്രീകരിച്ചെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഇവിടുന്ന് വിട്ടിട്ട് കഥയുടെ ആവശ്യം? കഥയിൽ അത് ഡിമാൻഡിങ് ആണ്. ഒരു ഫോറിൻ കൺട്രി, അത് UK ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ ആ സിനിമ എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അതിൽ പല കാര്യങ്ങളും അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു വിഷ്വൽ ഡിഫറൻസിന് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ സിനിമയിലും കാണുന്ന ഒരു വിഷ്വൽ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ചെയ്തത്. അതും കൂടി ഒരു കാരണമാണ്. ഒരു നടൻ എന്നുള്ള രീതിയിലാണോ, ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലാണോ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത്? ഞാൻ ആസ് എ നടൻ ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ആസ് എ ഡയറക്ടർ വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് എനിക്ക് ഒരു സിനിമ എന്ന് പറയുന്ന, ഒരു ഡയറക്ടർ എന്ന് പറയുന്ന അവരുടെ ഒരു സിനിമ തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്ന വരയ്ക്കുള്ള ഇൻവോൾവ്മെന്റ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കഥ എഴുതി, ലൊക്കേഷൻസ് കണ്ടെത്തി, ആർട്ടിസ്റ്റിനെ കണ്ടെത്തി, അത് പിക്ചറൈസ് ചെയ്യുന്നു, പിന്നെ അതിന്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ ഇൻവോൾവ് ആണ്. അതാണ് എന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇന്നത്തെ സിനിമാ മേഖലയിലെ സംവിധായകൻ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പൊ താങ്കൾക്ക് തോന്നിയത് സിനിമ എല്ലാ മേഖലയിലും കൈകാര്യം ചെയ്ത് ചോദിച്ചാൽ? ഈ സിനിമ എന്ന് പറയുന്നത്, ഒരു സിനിമ നമ്മൾ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് അതിന്റെ വിജയ സാധ്യതയൊന്നും നമുക്കറിയില്ല. ബിക്കോസ് അതൊക്കെ തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സിനിമ ഇന്ന് ഇറക്കുക എന്ന് പറയുന്നത്, നമ്മൾ എടുത്ത് അത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രോസസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് തോന്നുന്നത്. തിയേറ്റേഴ്സ്, പോസ്റ്റ്, അതിന്റെ ഒരു പ്രൊമോഷൻസ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഇരുന്നതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേക്കൊക്കെ വന്ന് ഇതെല്ലാം ചെയ്ത് വന്ന് ഇതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അത് ജനങ്ങൾ പറയണം. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഏത് കാലഘട്ടത്തിലും സിനിമ അങ്ങനെ തന്നെയാണ്. സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർക്കാണ് അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം കാശ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ അത് തിയേറ്ററിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് ഭയങ്കരമാണ്. ഈ സിനിമ ചെയ്തു കഴിയുമ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ വരുമ്പോൾ സാറിലേക്കായിരിക്കും വരുന്നത്, ഡയറക്ഷൻ എന്നുള്ള രീതിയിലേക്കായിരിക്കും. ഇതിന് മുമ്പ് ചെയ്ത സിനിമകൾ തമ്മിലും ഇത് തമ്മിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. എന്താണ് ഈ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? അല്ല, അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ആ ജോണർ തന്നെയാണ്, ഹൊറർ. പിന്നെ നമ്മളത് അത് സിനിമ കാണുമ്പോൾ അറിയും. ബിക്കോസ് അതില് കുറെ സംഭവങ്ങളുണ്ട് ആ സിനിമയില്. ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ ഒരു വിഷ്വൽ ഡിഫറൻസ്. ഒരു സിനിമ കാണുമ്പോൾ നമ്മള് പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് വിഷ്വലി ചിലപ്പോൾ ചില സിനിമകൾ ഇഷ്ടപ്പെടും. പക്ഷെ എന്നാലും അതിനകത്തൊരു കഥ വേണം, അതിനകത്ത് ചില നല്ല എലിമെന്റ്സ് വേണം. എല്ലാം ഇപ്പൊ നന്നായിരിക്കണം എന്നില്ല, പക്ഷെ എടുത്ത് പറഞ്ഞ് സംസാരിക്കപ്പെടുന്ന ചില എലിമെന്റ്സ് അതിനകത്ത് വേണം. അപ്പൊ അതൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് അവരും വളരെ നന്നായിട്ട്
അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമറാമാൻ ആണെങ്കിലും ശ്രീജിത്ത് പാച്ചാണി, ജോമോൻ്റെ കൂടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീജിത്ത്. പിന്നെ അതുപോലെ അനൂപ്, ഇത് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് UA+16 ആണ്. അപ്പോൾ ഈ സെൻസറി കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൽ ഒരുപാട് കറക്ഷൻസ് സാറ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സെൻസർ ബോർഡ് സാറിനോടുള്ള അല്ല, അവരെന്റെ അടുത്ത് ഇതിനകത്ത് ഇത് UK നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൽ നമ്മൾ ചില വേർഡുകൾ UK കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകൾ യൂസ് ചെയ്തിരുന്നു. അത് മാത്രം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഇംഗ്ലീഷിൽ UK നടക്കുന്ന ഒരു നടക്കുന്ന സിനിമ ആയതുകൊണ്ട് ഈ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ അത് അഡൽസിലേക്ക് പോകുന്നു. ശരി, ഓക്കെ, മാറ്റാന്ന് പറഞ്ഞു. ഞാനത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. വേറെ ഒന്നും. സാറിന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേരള സ്റ്റോറി പോലെ അതായത് സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല സിനിമകളും ഇവിടെ സെൻസർ ബോർഡിന്റെ നൂലാമാലകളൊന്നും ഇല്ലാതെ ഇറങ്ങുന്നു. അതേസമയം കലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്ന പല സിനിമകളുടെയും ചെറിയൊരു നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കിന്റെ പേരിലാണ് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ ഇതൊരു ന്യായമായ രീതിയിലാണോ സെൻസർ ബോർഡ്? ഓരോ സെൻസറിങ് നടക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഓരോ ആൾക്കാരാണ്. അവരുടെ മൈൻഡ് സെറ്റ് ആണ്. അവരന്ന് ആ സിനിമ കാണുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു അതാണ് അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവർക്കും ആ മൈൻഡ് സെറ്റ് ആവണമെന്നില്ല. ജനറലി നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അതിനകത്ത് പ്രോബ്ലം ആണെങ്കിൽ അവരത് പറയും. ചിലതൊക്കെ ചിലർ അങ്ങനെ പറയാറുണ്ട്. അത് നമുക്ക് അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്ത് സംസാരിക്കാൻ പറ്റും. ആർഗ്യൂ അല്ല, നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോ കുറെ പറഞ്ഞ് നോക്കി, പക്ഷെ അവർ പറയുന്ന ഇല്ല, എന്ന് അങ്ങനെയാണെങ്കിൽ ഇത് അഡൽട്സ് ഓൺലി ആവും എന്ന് പറയുന്നു. പക്ഷെ UA+16 ആണ്, അത് എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അഡൽട്സ് ഓൺലി ആയി കഴിഞ്ഞാൽ മാർക്ക് പോലുള്ള സിനിമകളൊക്കെ ഹിറ്റാണ്. കിട്ടിക്കഴിഞ്ഞാലും അതിന് പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ അത് അതിനകത്ത് അങ്ങ് പോയില്ലെന്നേ ഉള്ളൂ. അഡൽട്സ് വേണ്ട, +16 എന്ന് പറഞ്ഞാൽ കാണാവുന്ന ഒരു സിനിമ ആവട്ടെ എന്ന് വിചാരിച്ചു. ഹേമന്ത് മേനോൻ സിനിമയിലേക്ക് വന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തെ ക്യാരക്ടർ വഴി പിന്നെ നമ്മള് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലരെയും ഇങ്ങനെ മനസ്സിലാലോചിക്കും, ഈ ക്യാരക്ടർ അദ്ദേഹം ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിൽ കാണുന്ന, ഞാൻ കണ്ട ഒരു ആക്ടറാണ് ഹേമന്ത്. അങ്ങനെയാണ് ഹേമന്തിനെ കാസ്റ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ ഒരുപാട് നടിമാരുണ്ട്. ഈ പറയുന്ന ഗീതിക തിവാരിയിലേക്ക് എത്തിപ്പോകുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ലേ ഗീതികയിലേക്ക് പോകാനുള്ള ഒരു കാരണം? ഗീതികയുടെ ഒരു ലുക്കാണ്. ബിക്കോസ് കുറച്ചും കൂടി ഒരു ഇംഗ്ലീഷ് മൂവിക്ക് പറ്റുന്ന ഒരു ഇംഗ്ലീഷ് മൂവി അല്ല, ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാൻ 1-2 പേരെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. അവരുടെ ഡേറ്റും ഒക്കെ 6 മാസം കഴിഞ്ഞൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്ന് മാറി. പിന്നെ നമ്മള് കൂടുതൽ ഈ സിനിമ UK വിഷ്വലി നന്നാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ. അതിൽ ആക്ട് ചെയ്യുന്നവർ ഓഫ്കോഴ്സ് നല്ല പെർഫോമേഴ്സ് ആയിരിക്കണം. ഗീതികയുടെ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ റീസെന്റ് അഭിനയിച്ച സന്താനത്തിന്റെ കൂടെ കുറച്ച് ഫിലിം DD നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു. അപ്പോ അതൊക്കെയാണ് പിന്നെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ പലരെയും കാണുന്നു, പലരെയും ഇവര് ശരിയായിരിക്കും, നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നുന്നവരെ നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെ ആ രീതിയിലോട്ട് വന്നത് നല്ലൊരു വേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. Can you please explain how was working with Shankar sir? Hello everyone, first of all, and it was really good and amazing experience because this is my very first Malayalam film. I was very new for this language and for this audience, so I was of course nervous. So it was very new for me, and when I got approached for this film, I was like, I couldn't say any words that time because it was like a female-oriented film, and I was like, any girl would say, yes for it because it's like lifetime opportunity you will get. And about the script, I was really thrilled when I heard this, and I couldn't get better than this opportunity in Malayalam because of Shankar sir, of course, and he is really great director. He's very sincere and he's very supportive for me.
shoot here and even in London and different weather, different locations. So yeah, it was very hard, but actually we did it. And it was a great experience, and I'm very happy that I'm here in Malayalam industry, and I hope I'll get the same love and success for this film. What are the challenges you faced in this movie while shooting? Challenges, actually the full film was very challenging for me because I was not from this place like Malayalam industry, right? So for me, I have to learn the dialogues and I have to go through the Malayalam, like character and industry and the language and the people, because lots of things were in my head, like how we can put it on the theaters and how we can put it on the screens. So yeah, sir was always there next to me. He was preparing me all the time, and the dialogues, the character, the depth of the character, and this character is very strong, very prominent, and she carried throughout the film. And this film is actually unique for me. मुझे इस पे भरोसा है कि ये फिल्म जरूर वो पसंद करेंगे. They will definitely love this film. तुम्हारा एक्टिंग क्रिटिसिज्म करेगा. Definitely. ഹേമന്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താ പറയാ മലയാള സിനിമയിൽ സജീവമാവാൻ ഇങ്ങോട്ട് ഗ്യാപ്പ് എടുക്കുകയാണ്. ശങ്കർ സാറിനെ പോലെ തന്നെ ഗ്യാപ്പ് എടുത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ എന്ത് എക്സ്പീരിയൻസ് പറയാമോ ഇൻഡോ എന്ന സിനിമയിൽ? കഴിഞ്ഞ പടം അടുത്ത റിലീസായിരുന്നു എന്ന സിനിമ. ഓക്കെ അപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡെഫിനറ്റ്ലി. ശങ്കർ സാറിനെ പോലെ ഒരാളോടെ സിനിമ എന്ന് പറയുന്നത് അഭിമാനമാണ്. കാരണം അത് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. അപ്പോ പിന്നെ സാറ് ഞാനും പേഴ്സണലി വളരെ ക്ലോസ് ആണ്, നല്ലൊരു ബന്ധമുണ്ട്. അപ്പൊ എനിക്ക് സാറിനോട് വർക്ക് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. കാരണം അദ്ദേഹം നമുക്ക് എല്ലാം പറഞ്ഞു തരും. പിന്നെ ഭയങ്കര ഒരു അസലുപിടുത്തൊന്നുമില്ല, നമുക്ക് ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് സജഷൻസ് പറയാം, സാറ് പോസിറ്റീവായിട്ട് എടുക്കും. തിരിച്ചിങ്ങോട്ട് അങ്ങോട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് സാറിനോട് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കാണുന്നു. സാറും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. നമ്മുടെ UK ഷൂട്ട് ചെയ്യുമ്പോൾ തണുപ്പും കാലാവസ്ഥയൊക്കെ ഭയങ്കര അഡ്വേഴ്സ് ആയിരുന്നു. സാറ് നമ്മൾ കൂടുതൽ കട്ടക്ക് വന്ന് ത്രോട്ട് വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പൊ അദ്ദേഹം അത്രയും പാഷനേറ്റ്ലി ചെയ്തൊരു സിനിമയാണ് ഇവർക്ക്. പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ അറിയാം ഒരു ഡിഫറെന്റ് ജോണറാണ്. സാറ് ഞാൻ ട്രൈ ചെയ്ത ജോണറാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഹൊറർ സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്ത സിനിമയാണ്. മീൻസ് ഫിസിക്കലി ഹോപ്പ്ഫുള്ളി നന്നായിരുന്നു പ്രതീക്ഷിക്കുന്നു. ശരിക്കും ആക്ടറായിട്ട് കണ്ടിട്ടുണ്ടാവും. അത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഡയറക്ഷനിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്ലസ് പോയിന്റുകളും ഗുണങ്ങളും എന്തായിരിക്കുന്നത് ഈ പറയുന്ന ഒരു കോർഡിനേഷൻ എന്ന നിലയിൽ UK ചെയ്തിട്ട് ഹേമന്തിന് തോന്നിയത്? ഞാൻ ആദ്യം സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ സാറ് വളരെ വ്യക്തമായിട്ട് സ്റ്റോറി എനിക്ക് പറഞ്ഞു തരുന്നു. ലൈക്ക് ഒരു പുള്ളി വെൽ പ്ലാൻഡ് ആണ് സിനിമയെ കുറിച്ച്. അപ്പൊ അത് ആദ്യം നമ്മൾ സ്റ്റോറി ഡയറക്ഷൻ ടൈമിൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണത്. അതേ പേസ് സാറ് ത്രൂഔട്ട് ദ ഷൂട്ട് കൊണ്ടുവരുന്നു. അവിടുന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വരും. UK ആകുമ്പോൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നം വരുമ്പോഴേക്കും സാർ ഇത് വളരെ കൂളായി ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഒരിക്കലും സാറ് പാനിക് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പ്രശ്നവും വരുമ്പോൾ സാർ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത ആളാണ്. അപ്പൊ അത് ഒരു ബിഗ് പ്ലസ് ആണ്. കാരണം ഡയറക്ടർ പാനിക് ആയ ഹോൾ പാനിക് ആവും. സാർ ഒരിക്കലും അങ്ങനെ ഒരു കൺട്രോൾ പോകുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ കാമായിട്ട്, എസ്പെഷ്യലി ആക്ടേഴ്സിന്റെ അടുത്ത് സാർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. സാറിന് പേഴ്സണലി ഇപ്പൊ ഷൂട്ട് വരുമ്പോൾ എന്തൊക്കെ സ്ട്രെസ് ഉണ്ടായാലും നമ്മുടെ അടുത്ത് കാണിച്ചിട്ടില്ല. നമ്മൾ വളരെ കൂളായി ഫ്രണ്ട്ലി നമ്മുടെ അടുത്ത് ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കാൻ സാർ ശ്രമിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കഴിവല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. കഥ എഴുതിയ ഒരാളുണ്ട്, അതല്ലാതെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അവരവരുടെ ജോലി ചെയ്യുന്നു, ക്യാമറമാൻ അയാളുടെ ജോലി ചെയ്യുന്നു. അപ്പൊ സിനിമ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ മാത്രമല്ല, ഡയറക്ടർ ഹെഡ് അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും ആ ഒരു കോപ്പറേഷനും അവരുടെ എല്ലാവരുടെയും എന്താ പറയുന്നത് ഇൻപുട്ട് വരുമ്പോഴാണ് ആ സിനിമ നന്നാവുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ടീമിനെ കിട്ടി. അവർ വളരെ സിൻസിയർ ആയിരുന്നു അവരൊക്കെ. അപ്പോൾ അതിൽ എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വന്ന് ചീഫ് അസോസിയേറ്റ് ആയിട്ട് വന്നത് പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി എഴുത്തോല എന്ന് പറഞ്ഞ സിനിമയിൽ